സുജിത് പറഞ്ഞ എത്ര പ്രോപ്പർട്ടി വാങ്ങണം സുജിത്തിന്? എനിക്ക് 1 മില്യൺ എത്ര വാങ്ങിക്കാൻ പറ്റുമോ അത്രേ പറ്റുള്ളൂ. ഇവിടെ 1 മില്യൺ വല്ല കിട്ടുമോ? അതെനിക്കറിയില്ലല്ലോ. ഇവിടെ 1 മില്യൺ കിട്ടുമോ? എവിടെ കിട്ടും? അപ്പൊ എൻ്റെ 1 മില്യൺ ആണ് ബഡ്ജറ്റ്. 1 മില്യൺ മെൽബണി വാങ്ങാൻ പറ്റുമോ, സിഡ്നി വാങ്ങാൻ പറ്റുമോ, അതോ റിമോട്ട് ലൊക്കേഷനിൽ പോകണോ, എവിടെ പോകണം, എന്ത് കിട്ടും? അപ്പോൾ അത് എന്താണ് എനിക്ക് അറിയേണ്ടത്, അതാണ് എനിക്ക് അറിയേണ്ടത്. സുജിത്ത് ഇതിന്റെ റിയാലിറ്റി കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. ഓക്കെ, 1 മില്യൺ കാശ് കയ്യിലുണ്ടെങ്കിൽ സുജിത്തിന് ആക്ച്വലി ചിലപ്പോൾ അടുത്ത ഒരു 4 വർഷം കൊണ്ട് ഒരു 10 പ്രോപ്പർട്ടീസ് ഓസ്ട്രേലിയയിൽ വാങ്ങാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഹൗ? വിൽ കം ഇൻ ടു ദ ഡീറ്റെയിൽസ്. എങ്ങനെ നമുക്ക് അതിനകത്തോട്ട് പോകാം? ഞാൻ എൻ്റെ ഒരു പിക്ചർ തരികയാണ്. കാശ് ഉണ്ടാക്കുന്ന പൈസ പറഞ്ഞാൽ അല്ല, കാര്യം പറഞ്ഞാലേ ഇൻട്രസ്റ്റ് കൂടുകയുള്ളൂ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും. മനസ്സിലായി. നമുക്ക് അതിനകത്തോട്ട് പോകാം. ഈ നമ്മൾ 10 പ്രോപ്പർട്ടി വാങ്ങുന്നു. ഒരു 10 മില്യൻ്റെ ക്യാപിറ്റൽ അസറ്റ് ചിലപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സുജിത്തിന് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 200-250,000 ക്യാഷ് ഫ്ലോ ആയിട്ട് സുജിത്തിന് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പോയിന്റ് നമ്പർ 1 ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയനും കണക്ക് പറയുന്ന പോലെ അല്ല. അപ്പോൾ ഈ 1 മില്യൺ ഉള്ള ഒരാൾക്ക് അയാളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് പൊതുവെ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഇനിഷ്യൽ സ്ട്രാറ്റജി കോളുകളിലൊക്കെ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി പ്ലാനിങ് കോളുകളിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ 10% ഡെപ്പോസിറ്റ് മതി ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ. ഒരു 500,000 വീടാണ്, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ ഒരു നല്ലൊരു ലൊക്കേഷനിൽ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു വീട് വാങ്ങാൻ ഒരു 500,000 to 600,000 അടുത്ത് ഒരു ബഡ്ജറ്റ് വേണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാൻഡ് സൈസൊക്കെ ഉള്ള ഒരു 10-20 വർഷം പഴക്കമൊക്കെ ഉള്ള നല്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പുള്ള വീട്. ഒരു എന്താ പറയുക, നല്ല അന്തസ്സുള്ള വീടെന്ന് പറയില്ലേ, ലൈക്ക് ഒരു 10-20 വർഷം പഴക്കമുള്ള വീടേ കിട്ടുള്ളൂ, പുത്തൻ വീടൊന്നും കിട്ടില്ല. അത് ഇവിടെ പഴയ വീടിനാണ് ഡിമാൻഡ്. നമുക്ക് വേണ്ടത് ലാൻഡ് ആണ് ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, വീടല്ല. വീട് ഡിപ്രീഷിയേറ്റ് ചെയ്തു പോവാണ്. നമുക്ക് പുതിയ വീട് വാങ്ങി വെച്ചിട്ട് നമുക്ക് അതിന്റെ പൈസ കുറയ്ക്കണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ ലാൻഡ് എങ്ങനെ ഹോൾഡ് ചെയ്യാൻ നോക്കാം അവിടെ ഓസ്ട്രേലിയയിൽ, അല്ലേ? അപ്പൊ ഈ 500,000 സുജിത്തിന്റെ അടുത്ത് നിന്ന് ആകെ $50,000 മാത്രം ഇറക്കിയാൽ മതി. ഓക്കെ, ബാക്കി ആര് തന്നു? 450,000 സുജിത്തിനും പാർട്ട്ണർക്കും ഇവിടെ ഒരു സാലറി ബേസ് ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് സുജിത്ത് ഇവിടെ ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരു റെസിഡന്റ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു $450,000 സുജിത്തിന് ബാങ്ക് ലോൺ തരും. അപ്പം യു ആർ റെഡി. ഒരു പ്രോപ്പർട്ടി വാങ്ങിയോ? ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10%, 15%, ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്. ഒരു 10 to 15% ഈ പ്രോപ്പർട്ടീസ് മൂവ് ചെയ്യും. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 500,000 റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $550,000 ആയി. അപ്പം ആദ്യം സുജിത്ത് കയ്യിൽ നിന്ന് ഇട്ടത് $50,000. ആ $50,000 ഓൾമോസ്റ്റ് 100% ആണ് സുജിത്തിൻ്റെ ക്യാഷ് ഓൺ റിട്ടേൺ വന്നത്. ഓക്കെ, ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ബിക്കോസ് ബാക്കി കാശ് സുജിത്ത് അല്ല ഇട്ടത്, ബാങ്കാണ് ഇട്ടത്. ഓക്കെ, ബാങ്കാണ് $450,000 ഇട്ടത്. ശരി. അപ്പോൾ അതിൻ്റെ പലിശ കൊടുക്കണ്ടേ? അപ്പോൾ അതിൻ്റെ പലിശ ടെനൻസ് കൊടുത്തോളും. ഓക്കെ, സോ ഇന്നത്തെ ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5.5% to 5.75% ആണ്. ഒരു നല്ലൊരു ലൊക്കേഷനിൽ റെൻ്റൽ ഈൽഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 5% വരെ, ഒരു 4.5 to 5% റെൻ്റൽ ഈൽഡ് കിട്ടും. അപ്പം റെൻറ്റിൽ നിന്നുള്ള എമൗണ്ട് ഏറെക്കുറെ ഈ പലിശ അടഞ്ഞു പോയിക്കോളും. ബാക്കി അല്ലറ ചില്ലറ ചെലവുകൾക്ക് വേണ്ടി ചിലപ്പം ഒരു മാസം ഒരു $1,000 മാറ്റി വെക്കേണ്ടി വരും ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ $1 മില്യൺ വേണ്ട ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ. ഞാൻ നാട്ടിലെ കാര്യം ആലോചിക്കുമായിരുന്നു. നാട്ടിലിപ്പോൾ എറണാകുളത്ത് 2 കോടി രൂപ എടുത്തിട്ട് ഫ്ലാറ്റ് വാങ്ങിച്ചാൽ മാക്സിമം കിട്ടാൻ പോകുന്ന റെൻ്റ് എന്ന് പറയുന്നത് $50,000 ആണ്. അതും വെൽ ഫർണിഷ്ഡ് ആക്കി കഴിഞ്ഞാൽ നല്ല 75 വരെയൊക്കെ കിട്ടും, നല്ല കോർപ്പറേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ. 2 കോടി രൂപ 2 കോടി രൂപയ്ക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു 7-8 ഒക്കെ വരും നാട്ടിൽ. 2 കോടി രൂപയ്ക്ക് മന്ത്ലി EMI എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3 ലക്ഷം രൂപയെങ്കിലും വരും. ഈ 3 ലക്ഷം രൂപയ്ക്ക് 50,000 രൂപ മാസം കിട്ടും. എന്താ ചെയ്യാനാ നാട്ടിലത്തെ കാര്യം ആലോചിക്കുമ്പോൾ? അതെ. അത് ഇതിന് മെയിൻ റീസൺ നേരത്തെ പറഞ്ഞ പോലെ മൈഗ്രേഷൻ തന്നെയാണ്. ഇവിടുത്തെ റെൻ്റൽ ഈൽഡ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയ വലിയൊരു ഇൻവെസ്റ്റർ ഡ്രിവൺ മാർക്കറ്റ് ആക്കി മാറ്റുന്നത്. ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഏറെക്കുറെ 80-90% ഓഫ് ബാങ്കിന് കൊടുക്കുന്ന EMI ഈ റെൻ്റൽ ഇൻകത്തിലൂടെ അടഞ്ഞു പോകും. ഞാൻ അങ്ങനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു പറഞ്ഞില്ലേ, ആ ഒരു $1,000 മാസം കയ്യിൽ നിന്ന് എടുക്കണം ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അതിനുള്ള കപ്പാസിറ്റി സാലറിയിൽ നിന്ന് ഉണ്ടാവണം. ഓക്കെ, ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഇതിപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ? വൈ ഷുഡ് ഐ കോൺടാക്ട് യു?
ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് എനിക്ക് ഐ ക്യാൻ ഫൈൻഡ് എ സെല്ലർ ആൻഡ് ഐ ക്യാൻ ഡു ഇറ്റ് റൈറ്റ്. എനിക്ക് നിങ്ങളെപ്പോലുള്ള ഒരാളെ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ഇവിടെ ഒരു 15,000-ഓളം സബർബുകളുണ്ട് ഓസ്ട്രേലിയയിൽ. ഓക്കെ, അതിലെവിടെയാ സുജിത്ത് ഇൻവെസ്റ്റ് ചെയ്യുക? അതിപ്പോൾ ഓഫ് കോഴ്സ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അറിയാവുന്ന ലൊക്കാലിറ്റിയിലോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുക. ഇപ്പോൾ കേരളത്തിൽ താമസിക്കുന്ന ഞാൻ ചിലപ്പോൾ ആന്ധ്രയിലെ ഏതെങ്കിലും ഒരു വില്ലേജിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല, ഞാൻ ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ അവിടെ എനിക്ക് പരിചയമില്ലാതെ ഞാൻ ചെയ്യില്ലല്ലോ. അതായത് ഇൻവെസ്റ്റേഴ്സ് തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ലൈക്ക് ദ മിസ്റ്റേക്സ്, ദ കോമൺ മാൻസ് മിസ്റ്റേക്ക് ഈസ് നമ്മുടെ വീട് എവിടെയാണോ, താമസിക്കാനുള്ള വീട് എവിടെയാണോ അതിൻ്റെ നെയ്ബർഹുഡിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഓസ്ട്രേലിയയുടെ പ്രോപ്പർട്ടി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഉയർച്ചകളുണ്ടാവും, താഴ്ചകളുണ്ടാവും, ഫ്ലാറ്റ് പീരീഡുകളുണ്ടാവും. എല്ലാ സ്റ്റേറ്റിനും പല പല സൈക്കിളുകളാണുള്ളത്. പെർത്ത് ഗ്രോ ചെയ്യുന്ന സമയത്തായിരിക്കില്ല മെൽബൺ ഗ്രോ ചെയ്യുന്നത്, മെൽബൺ ഗ്രോ ചെയ്യുന്ന സമയത്തായിരിക്കില്ല സിഡ്നി ഗ്രോ ചെയ്യുന്നത്, സിഡ്നി ഗ്രോ ചെയ്യുന്ന സമയത്തായിരിക്കില്ല ബ്രിസ്ബെയിൻ ഗ്രോ ചെയ്യുന്നത്. ഇതിലും അപ്പുറത്തോട്ട്, ഇതിപ്പം മെട്രോസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് റീജിയണൽ ടൗണുകളുണ്ട്. അപ്പം നമ്മൾ സുജിത്ത് എന്നാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയത് ആ സമയത്ത് ഗ്രോയിങ് ആയിട്ടുള്ള ലൊക്കേഷനിൽ ഈ കാശ് പോകണം. ചിലപ്പോൾ സുജിത്തിൻ്റെ കയ്യിലുള്ള എമൗണ്ട് ഒരു റീജിയണൽ ഒരു മെട്രോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്ര കാശ് ചിലപ്പം ഒരാളുടെ അടുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അയാൾ കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ലാൻഡ് കോംപ്രമൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീടല്ല ഒരു അപ്പാർട്ട്മെൻറ്റിലോ യൂണിറ്റിലോ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ നമ്മളൊരു 2 വർഷത്തിൽ വി പർച്ചേസ് മോർ ദാൻ 50 പ്രോപ്പർട്ടീസ് ഓൾ അക്രോസ് ഓസ്ട്രേലിയ. ഈ മൊത്തം 50 പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ അബൌട്ട് ഒരു $30 million ട്രാൻസാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. ഈ 2025 മാത്രം ഈ പ്രോപ്പർട്ടികളുടെ വില മാത്രം കൂടിയത് ഏകദേശം 2 million ആണ് ഈ പ്രോപ്പർട്ടികളുടെ വില കൂടിയത്. അപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. ഒന്ന്, നമ്മുടെ ഒരു ടീം അതിൻ്റെ ഒരു മണിക്കൂറുകളോളം റിസർച്ച് ചെയ്ത് ഈ പ്രോപ്പർട്ടി മാർക്കറ്റ് വളരെ ഉള്ളിലോട്ട് കയറി പഠിച്ച് നമ്മൾ എന്താ പറയുക, ലെറ്റ്സ് പുട്ട് എ സിംബോളിക് ഐഡിയ ഹിയർ. ഒരു കളി നടക്കാൻ നേരത്ത്, ഒരു ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കാൻ നേരത്ത് എവിടെയാ ഹൗ ക്യാൻ യു മാക്സിമം എൻജോയ് ദിസ് ഗെയിം? ഒരു ടി വിയിൽ കാണുമ്പോഴാണോ, ഒരു ഗാലറിയിൽ ഇരുന്ന് കാണുമ്പോഴാണോ? ഓഫ് കോഴ്സ് ഗാലറിയിൽ നിന്ന് കാണുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യപ്പോഴാന്ന് അറിയാം വെൻ യു പ്ലേ ദിസ് ഗെയിം. യു അഗ്രി ടു ഇറ്റ് അല്ലേ? അപ്പോൾ ആ കളിക്കുമ്പോൾ യു ആക്ച്വലി നോ വാട്ട് ദ ഗെയിം ഈസ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് വി ആർ ഇൻ ദ മാർക്കറ്റ് ആൻഡ് വി ആർ പ്ലേയിങ് ദിസ് ഗെയിം ആൻഡ് എവറി സിംഗിൾ ഡേ വി ആർ ഇൻ ദീസ് ഡിഫറെന്റ് മാർക്കറ്റ്സ്. എല്ലാവർക്കും കളിക്കാൻ പറ്റില്ല, കുറച്ച് പേർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അതെ, അപ്പോൾ എല്ലാവരും കളിക്കണമെന്നില്ല. കാരണം എല്ലാവർക്കും അതിൻ്റെ സമയം ഉണ്ടാവില്ല. എല്ലാവർക്കും അവരുടെ ജീവിതമുണ്ട്, അവരുടെ എന്താ പറയുക ലൈക്ക് ജോലിയിൽ അവർ ബിസിയാണ്, ഫാമിലി ലൈഫിൽ ബിസിയാണ്. എല്ലാവർക്കും കളി പഠിക്കാനും പറ്റില്ല അല്ലെ? ഒരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു കളി പഠിക്കാൻ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ പഠിച്ച ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാമെന്ന് വിശ്വാസമുള്ള ആൾക്കാരെ അവരുടെ കൂടെ വർക്ക് ചെയ്യണം. റൈറ്റ്? അപ്പോൾ ഇത് എല്ലാ സിറ്റുവേഷനിലും അങ്ങനെയാണല്ലോ. നമുക്കൊരു പല്ലുവേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ടു എ ഡോക്ടർ, റൈറ്റ്, റാദർ ദാൻ ട്രീറ്റിംഗ് ഇറ്റ് യുവർ സെൽഫ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ഗോ ടു എ ലോയർ ടു ഗെറ്റ് എ പ്രൊഫഷണൽ അഡ്വൈസ് റാദർ ദാൻ ഡൂയിങ് ഇറ്റ് യുവർ സെൽഫ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ ശരിക്കും ലോയേഴ്സ് ആണോ? നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള ബയേഴ്സ് ഏജൻസ് ആണ്. സോ വി ആർ ലൈസൻസ് ടു പ്രൊവൈഡ് അഡ്വൈസ് ടു പീപ്പിൾ. ഏത് ലൊക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പൈസ അതിന് ഓഫർ കൊടുക്കണം, റൈറ്റ്? അല്ലെങ്കിൽ എനിക്ക് വേറൊരു ക്ലയൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോയി എനിക്ക് ഓഫർ ഇടാം. അവരുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഓഫർ ഇടാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ അതാണ് എനിക്കുള്ള എന്താ പറയുക, എനിക്ക് തരുന്ന റെപ്രസെൻറ്റേഷൻ ആ ബയർ. അപ്പോൾ എൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ബയറിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പല പല ഫാമിലി സിറ്റുവേഷനുകൾ ഉണ്ടാവാം അല്ലേ, അവർക്ക് പല പല ഗോളുകൾ ഉണ്ടാവാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രോപ്പർട്ടി മാർക്കറ്റിൽ നിന്നുള്ള നമ്മുടെ നോളജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റൈറ്റായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങാമെന്നുള്ളതാണ് എന്താ പറയുക എനിക്ക് ചെയ്യാനുള്ള ഒരു സോ ദാറ്റ് ഈസ് വാട്ട് വി ഡു ഇൻ ദിസ് കമ്പനി.